ഇതെങ്ങനെയുണ്ട് പറിക്കാനും തോട്ടി? നമ്മുടെ തോട്ടി എങ്ങനെയുണ്ട്? തോട്ടി കൊണ്ട് എത്ര അല്ലെങ്കിലും പോവുകയും ചെയ്യും, പറിക്കാനും ഈസിയാണ്. 3-4 ഒന്നിച്ച് ഒരുപാട് പറിക്കാം. ഓക്കെ ഇടാല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടി പറിച്ചാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പഴങ്ങളുടെ സമയമാണല്ലേ, പ്രത്യേകിച്ചും മാങ്ങാപ്പഴം അതുപോലെ തന്നെ ചക്ക ഇതിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്കറിയാം കൂടുതലായിട്ട് തോട്ടിയുടെ ആവശ്യം വരും. അപ്പോൾ സ്കൂളിൽ ഞങ്ങളിങ്ങനെ തോട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു, അങ്ങനെ എൽദോ എന്നൊരാളെ പരിചയപ്പെട്ടു. അപ്പോൾ 3 തരത്തിലുള്ള തോട്ടിയുമായിട്ട് എൽദോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എൽദോയോട് ചോദിച്ചറിയാം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നല്ലത് എൽദോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഏറ്റവും ചെറിയ തോട്ടി എന്ന് പറഞ്ഞ ഇതാണ്. ഇത് നമുക്ക് 4 അടി വരെ ചുരുക്കി വെക്കാം. 4 അടിയിൽ നിന്ന് ഒരു 11-12 അടിക്ക് അടുത്തുള്ള നീളം കിട്ടും ഇതിന്. ഇത് ഏകദേശം ഒരു 500-600 ഗ്രാം, 600 അല്ലെങ്കിൽ 700 ഗ്രാം വെയിറ്റ് ആണ് ഇതിന് വെയിറ്റ് ഉള്ളൂ. നമ്മൾ ഇത്രയും ചെറുതാക്കി ചെയ്യണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്ഷങ്ങളിൽ കയറി ഇരുന്നുകൊണ്ട് ആൾക്കാർക്ക് ഈ ചക്ക തേങ്ങയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. താഴ്ത്ത് നിന്നുകൊണ്ട് 11-12 അടി എന്ന് പറഞ്ഞാൽ ഒരു നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ അതത്ര തോട്ടിയുടെ ഒരു ഉപയോഗത്തിൽ വരുന്ന പ്രൊഡക്റ്റ് അല്ല. പക്ഷെ ഇങ്ങനെ ഒരു ഉപയോഗം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്തേക്കണേ. അത് തന്നെയല്ല, അതിനേക്കാൾ കൂടുതൽ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജാതിക്കൊക്കെ പറിക്കാം. താഴ്ത്ത് നിന്ന് പറിക്കാനൊക്കെ ഈസി ആണല്ലോ. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അടിഭാഗം വരുന്നത് ഷോക്ക് പ്രൂഫ് ആണ്. അത് എല്ലാ തോട്ടിയുടെയും ഹെവി ഷോക്ക് പ്രൂഫ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മുടെ ഒരു PVC പോലെ ഇരിക്കും. പക്ഷെ PVC മാത്രമല്ല, കാണുമ്പോൾ PVC പോലെ ഉള്ളെങ്കിലും PVC എന്ന് പറഞ്ഞത് ലോഡ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് പതുക്കെ വളയാൻ തുടങ്ങും. അപ്പൊ അതിന് ഇതിന്റെ ടെക്സ്റ്റൈൽ സ്ട്രെങ്തിൽ ഇത്തിരി വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് വേറെ മെറ്റീരിയൽ കൂടി ആഡ് ചെയ്തിട്ടാണ് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒറ്റ കൈ കൊണ്ടെല്ലാം അനായാസം ചെയ്യാം. അപ്പൊ ഇതാണോ ഇതിന്റെ തൊട്ട് മുകളിലുള്ള അടുത്ത ലെവൽ വരുന്ന തോട്ടി ഇതാണ്. ഇത് നമുക്ക് ഏകദേശം 6 അടിയാണ് നമ്മൾ ചുരുക്കി വെക്കണേ. ഇത് 3 സെക്ഷനാണ് തന്നെ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 1 കിലോ മിനിമം വെയിറ്റേ ഉള്ളൂ. ഇത് നമുക്ക് പൊക്കി കഴിയുമ്പോൾ ഒരു 17-18 അടി നീളം എന്ന് പറഞ്ഞാൽ നമ്മളും കൂടി പിടിക്കുമ്പോൾ ഏകദേശം ഒരു 2 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ബിൽഡിംഗ് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഈ മീറ്റർ എന്താണെന്ന് അറിയില്ല, ഫീറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളൊരു സ്ത്രീകളൊക്കെയാണ് തോട്ടി പഠിക്കണമെങ്കിൽ ചേട്ടാ 2-24 അടി എന്ന് പറഞ്ഞാൽ എന്തോരാന്നൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് വീടുമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പറയുന്നത്. ഇതിനകത്ത് ഇത് എല്ലാ തോട്ടിയുടെയും നമുക്ക് കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിവാള് ഇതാണ്. ഈ അരിവാളിൽ മേളിൽ മൂർച്ചയുണ്ട്, അടിയിൽ മൂർച്ചയുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൊക്ക, കപ്പങ്ങ അങ്ങനെയുള്ള ഐറ്റമൊക്കെ നമ്മൾ ഈ തണ്ടോട് ചേർന്ന് കിടക്കുന്ന ബലം ആയതുകൊണ്ട് കുത്തിപ്പറിക്കണം. അതിന് വേണ്ടി മേളിൽ മൂർച്ചയുണ്ട്. പിന്നെ തേങ്ങ, ചക്ക, അടയ്ക്ക അതെല്ലാം ചെത്തിയാണ് അപ്പൊ അടിയിൽ മൂർച്ചയുണ്ട്. പിന്നെ ഇത് ഹൈ കാർബൺ സ്റ്റീൽ ബ്ലേഡ് ആണ്. ഒരു കാരണവശാലും കാച്ചിക്കാൻ പാടില്ല, റീഹീറ്റ് ചെയ്യാൻ പാടില്ല, കൊല്ലന്റെ കൊടുക്കാൻ പാടില്ല. കൊല്ലന്റെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പേർഡ് പോവും. പിന്നെ അത് നമുക്ക് ഉപയോഗശൂന്യമായി പോകും. അപ്പൊ അതുകൊണ്ട് മൂർച്ച കുറഞ്ഞ നമ്മൾ ചെയ്യേണ്ട അരം കൊണ്ട് രാകുക, അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലേല് വെറുതെ അങ്ങ് തേച്ചു കൊടുക്കുക. അപ്പൊ നല്ല മൂർച്ച കിട്ടിക്കോളും. നമ്മുടെ മൂന്നാമത്തെ തോട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഈ 12 അടിയാണ് ഇത് ചുരുക്കി വെച്ചേക്കണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 കിലോ മിനിമം 2 കിലോയ്ക്ക് മേളിലുള്ള വെയിറ്റ് ആണ് വരുന്നത് ഇതിന്. ഇത് നമുക്ക് 24 അടി വരെ ഹൈറ്റ് നമുക്ക് തോട്ടിക്ക് കിട്ടും. നമ്മുടെ ഹൈറ്റോട് കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 അടി എന്ന് പറഞ്ഞാൽ 3 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് വരെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ അരിവാളുണ്ട്. എല്ലാ തോട്ടിക്കും അരിവാളുണ്ട്. പിന്നെ അതേപോലെ ഹുക്ക്. ഇത് ശരിക്കും തോട്ടി എന്ന് പറയുന്ന ഐറ്റം ഇതാണ് ഹുക്ക്. ഇങ്ങനെ ഒരു ഹുക്ക്. ഇത് നമുക്ക് അരിവാള് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ജാതിക്ക, മുരിങ്ങാക്കോല് അത് ചെത്തിയല്ല എടുക്കണം, അത് പൊട്ടിച്ചെടുക്കണം. അപ്പൊ അത് നമുക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹുക്ക് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വേറൊരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് മാങ്ങ പറിക്കാനുള്ള കൂടയാണ്. നമ്മുടെ തോട്ടിയുടെ കൂടാന്ന് പറഞ്ഞത് ഈ തോട്ടിയുടെ അത്രയും നീളമുള്ള ഒരു ക്ലോത്താണ് നമ്മൾ ഉപയോഗിച്ചേക്കണേ. അത് തന്നെയല്ല ഇതിനകത്ത് ഇത് കണ്ട് ഇവിടെ ബ്ലേഡ് വരുന്നത് ഒരു W സെക്ഷൻ പോലുള്ള ബ്ലേഡാണ്. അപ്പൊ നമ്മൾ പൊട്ടിച്ചെടുക്കും. ഇപ്പൊ ചില ആൾക്കാർ പറയും ഇതിനകത്ത് നമുക്ക് കയറ്റിയിട്ട് തന്നെ കാണാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വിഷയമല്ല, നമ്മൾ കയറ്റിയിട്ടിട്ട് വെറുതെ അങ്ങ് വലിച്ചാൽ മതി. ഇപ്പൊ ഏത് സൈഡിൽ ഉടക്കിയാലും ആയിക്കോട്ടെ, മാങ്ങ പറിച്ച് നമുക്ക് കാണിച്ചു കളയാം. അപ്പൊ അങ്ങനെ നേരെ താഴ്ത്തിട്ട് വരും. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉറപ്പാണ് 100% ഓക്കെ എന്ന് കണ്ട സൗകര്യമാണെന്ന് കണ്ടെടുത്താൽ മതി. ഓക്കെ. അപ്പൊ പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഈ മാങ്ങ പറിക്കുമ്പോൾ, ഫലങ്ങൾ പറിക്കുമ്പോൾ ഒരു കാരണവശാലും തോട്ടിയിൽ വെയിറ്റ് വരാൻ പാടില്ല. അത് നേരെ നമ്മൾ കയ്യിലെടുക്കണം. നമ്മുടെ കൈ കൊണ്ട് മേടിക്കുക. ഒന്നുമില്ല നമ്മൾ പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കടയിൽ കൊടുക്കുക. അപ്പോൾ ഓരോന്ന് 1 by 1 വരും. അത് നമുക്ക് അപ്പം തന്നെ എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ചധികം മാങ്ങ പറിച്ചിടാലോ ഇതിന്റെ കൂടെ. ഇതിന്റെ കൂടെ വെയിറ്റ് വരരുത്.
മാങ്ങ നമുക്ക് താങ്ങാം, പക്ഷെ നമ്മുടെ കയ്യിലായിരിക്കണം വെയിറ്റ് വന്നത്. ഈ മാങ്ങ പിടിച്ച് നമ്മുടെ കയ്യിൽ വെയിറ്റ് വരും. ഒരു കാരണവശാലും തോട്ടിക്ക് വെയിറ്റ് വരും. അപ്പൊ നമ്മുടെ ഈ മാങ്ങ പറിക്കണ കൂടും അരുവയും ആ ഹുക്കും അല്ലാതെ ഉള്ള 2 പ്രൊഡക്റ്റും കൂടി നമ്മൾ കാണിച്ചു തരും. അപ്പം അത് നമ്മൾ എക്സ്ട്രാ വാങ്ങണം അല്ലേ? ഇത് കൂടാതെ എക്സ്ട്രാ വാങ്ങേണ്ടതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്തിന്ന് കരിയില കോരിക്കളയാൻ. അതായത് ഏറ്റവും വലിയ ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പാത്തി പിടിപ്പിച്ച് വെച്ചാൽ അതിനകത്ത് കരിയില കോരിയിട്ട് എല്ലാം കൂടി ഒടിഞ്ഞു പോകും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളിങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തിട്ട് ഈ നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാത്തിന്ന് കരിയില ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഇതിനകത്ത് വേറെ വരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ബ്രൂമാണ്. ഇത് നമുക്ക് ഈ 2 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിലുള്ള ഈ മാറാല തൂത്തുകളെ നോർമലി ഉള്ളതൊക്കെ വീട്ടിൽ കിട്ടും, നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ ഈ ഹൈറ്റ് കൂടിയ സ്ഥലത്തുള്ള മാറാല തൂക്കാൻ സാധാരണ സ്ത്രീകളാണല്ലോ വീട് ക്ലീൻ ചെയ്യുന്നത്, അവർക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് 1 കിലോ വെയിറ്റ് ഉള്ള തോട്ടി ആയതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് അത് പിടിച്ച് ക്ലീൻ ചെയ്യും. അപ്പം അങ്ങനെ ഒരു സെപ്പറേറ്റ് 2 ഇതിന് സെപ്പറേറ്റ് 100 രൂപ വെച്ചാണ്. ഇതിനും 100 രൂപ. അതിനും 100. ഇതിന്റെ റേറ്റും കൂടി ഒന്ന് പറയണം. ഞാൻ മേടിച്ചിരിക്കുന്നത് 3000 രൂപയുടെ തോട്ടിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് മേടിച്ചിരിക്കുന്നതിൽ ഒരാള് അതിനെക്കാരും ചെറിയ തോട്ടി മേടിച്ചിട്ടുണ്ട്, അതിനെക്കാരും വലിയ തോട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കൂടി ഒന്ന് പറഞ്ഞു തരാം. ഇപ്പൊ നിലവിൽ നമ്മൾ പ്രൈസ് പറയുമ്പോൾ ഒരു കാര്യം എല്ലാവരും ചിന്തിക്കണം, ഇതിന് നമുക്ക് 2000 രൂപയാണ് തന്നെ. ഏത് ഈ അരിവാളും കുക്കും മാങ്ങ പറിക്കണ കൂടെ. പിന്നെ ഈ ഏറ്റവും ചെറിയ തോട്ടി, പിന്നെ അതിന്റെ വലുതാണ് ഇപ്പൊ 3000 രൂപ. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന തോട്ടി, 3000 രൂപ വരുന്ന തോട്ടി. പിന്നെ നമ്മൾ പറഞ്ഞ 12 അടി ചുരുക്കി വെച്ച് 24 അടി പോണ തോട്ടി 4000 രൂപ. അത് ഇപ്പോഴത്തെ പ്രൈസാണ്. പ്രൈസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്റെ പ്രശ്നമല്ല, വിപണിയിലെ പ്രശ്നമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ സമയങ്ങളിൽ മേടിക്കുന്നവർക്ക് ഈ പ്രൈസ് തന്നെ കിട്ടും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൈസ് മാറും. അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും അതിന്റെ കൃത്യമായ ആൻസർ കൊടുത്തിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ വരുന്നത്. നമ്മുടെ തോട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഇവർ കൊണ്ടുവന്ന് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് നമ്മുടെ ഇതെന്തായിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്? ഇത് ശരിക്കും നമുക്ക് മരത്തിന്റെ ചില്ലകൾ മുറിക്കാനുള്ളതാണ്. മരത്തിന്റെ ചില്ല എന്ന് വെച്ചാൽ വീടിന്റെ മുകളിലേക്ക് നിൽക്കുന്നതായ ചോലകൾ വെട്ടി മാറ്റുക, തേക്കും തടിയൊക്കെ ഒരുക്കി നിർത്തുക, അതിന്റെ ചില്ല കളഞ്ഞാലാണല്ലോ ഒറ്റത്തടിയായിട്ട്. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് ഈസി ട്രീ കട്ടർ എന്നാണ് പറയുന്നത്. ഇതിന്റെ നിലവിലത്തെ കോസ്റ്റ് 7800 രൂപയാണ്. ഇത് 6 അടി ചുരുക്കി വെക്കാം, 18 അടി നീളം വരെയാണ് ഇതിനും വരുന്നത്. അപ്പൊ നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് മരത്തിലൊന്നും കയറാതെ ഒരു 20 അടി ഹൈറ്റ് വരെയുള്ള മരത്തിന്റെ ചില്ലകൾ താഴത്ത് നിന്നുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിനകത്ത് വേറെ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല, ഈ ഒരു വാള് മാത്രമേ ഉള്ളൂ. ഹൈ കാർബൺ സ്റ്റീൽ ബ്ലേഡ് ആണ്, നല്ല ലൈഫ് കിട്ടുന്ന ബ്ലേഡ് ആണ്. അപ്പൊ ഈ തോട്ടി ഉപയോഗിച്ചുകൊണ്ട് മാങ്ങ, തേങ്ങ, അതുപോലെ തന്നെ ചക്ക, ജാതിക്ക, ഇതെല്ലാം അടക്ക, ഇതെല്ലാം പറിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മാങ്ങ പറിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരെന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ ക്ലോത്ത് ഉണ്ടല്ലോ, ഈ ക്ലോത്ത് നമ്മൾ ഈ തോട്ടിയോട് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ സഹായത്തോടു കൂടി നമുക്ക് ക്ലോത്ത് പിടിക്കുക. അപ്പം ഞാൻ തന്നെയാണ് ഇത് പറിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ക്ലോത്ത് ഇതിനോട് ചേർത്ത് പിടിക്കുവാണ്. അപ്പം മാങ്ങ വരുമ്പോൾ തുണി സഞ്ചിയിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മാങ്ങ പറിക്കുവാണ്. അപ്പം ഈസി ആയിട്ട് മാങ്ങ കിട്ടുന്നതാണ്. അപ്പോൾ ഈ തോട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാങ്ങ പറിച്ചെടുക്കാൻ സാധിക്കും, നിലത്ത് വീഴാതെ പറിച്ചെടുക്കാം. ഇനി മാങ്ങാപ്പഴം, ഇത് മാങ്ങ പഴുത്തിട്ടില്ല, ചെനയ്ക്കാൻ പോകുന്ന പരുവ് എത്തിയിട്ടുള്ളൂ, ചെനച്ചിട്ട് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി മാങ്ങാപ്പഴമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം നിലത്ത് വീണത് അത് ചതഞ്ഞു പോകും, പൊട്ടിപ്പോകും. ഇതൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കൈകളിലേക്ക് തന്നെ നമുക്ക് മാങ്ങ പറിച്ചെടുക്കാൻ സാധിക്കും. ഈസി ആയിട്ട് തോന്നി. പിന്നെ നമുക്കത് ഇടുമ്പോ അതിന്റെ മുകളിൽ വളരെ ചെറിയൊരു ആട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. ആട്ടം എന്ന് പറയുന്നത് അത് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. കാരണം ആട്ടം ഇടാതെ ടെമ്പേർഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചക്ക വലിക്കുമ്പോൾ നല്ല ഫോഴ്സ് വരും. ആ ഫോഴ്സ് മൊത്തം ഈ തോട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തോട്ടി വട്ടം ഓടിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യൽ സൂചി വട്ടം ഓടിക്കാനേ പറ്റുള്ളൂ, വളയ്ക്കാൻ പറ്റില്ല. സേഫ്റ്റി പിൻ നമുക്ക് വളയ്ക്കാം. അപ്പൊ ഇതിന്റെ ടെക്സ്റ്റൈൽ സ്ട്രെങ്തിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ആട്ടം ഉള്ളത്. പക്ഷെ അതൊരു ഡിഫക്റ്റ് അല്ല, തോട്ടിയുടെ ലൈഫിന് വേണ്ടിയിട്ട് അത് വേണം, അതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. അതൊരു ഡിഫക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമുക്ക് ഒരു തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ ഒരു തേങ്ങ ഇടാം. ഇപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് സ്ത്രീകൾക്ക് പോലും അപ്പൊ ഈസി തട്ടി ഉപയോഗിച്ചുകൊണ്ട് തേങ്ങ ഇടാമെന്ന് മനസ്സിലായിട്ടോ. അപ്പൊ നമ്മുടെ ഈ തോട്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജാതിക്ക നമ്മൾ പറിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇത്രയും നീളം വേണ്ട. അപ്പോൾ ഇത് നമ്മൾ ചെറുതാക്കുന്നു. മാത്രമല്ല നമ്മുടെ അരുവ ഇവിടെ മാറ്റിയിട്ട് അത് ഹുക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ
ഈ ഹുക്കാണ്. ആ ഹുക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറിക്കുന്നത്. അപ്പോൾ ഈ ട്രീ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എങ്ങനെയാണ് അതിൻ്റെ മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിക്കണേന്ന് നോക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞത് നമുക്ക് സ്ത്രീകൾക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മരത്തിൻ്റെയൊക്കെ ശിഖരങ്ങൾ നമുക്ക് വെട്ടി ഒരുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വെട്ടി മാറ്റാൻ സാധിക്കും. ഹൈറ്റ് കൂട്ടാനായിട്ട് ഈ വിങ്നെറ്റ് കണ്ടല്ലോ, ഈ വിങ്നെറ്റ് നമ്മൾ ഇതേപോലെ ലൂസ് ചെയ്ത് പുറത്തേട്ട് എടുക്കുക, അഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇതിങ്ങ് അഴിക്കണം. അപ്പോൾ ഇതിനകത്തൊരു കറുത്ത മാർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹോള് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കറുത്ത മാർക്ക് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ നീളം കൂട്ടുവാണ്, വലിച്ച് നീളം കൂട്ടും. നീളം കൂട്ടി കഴിഞ്ഞ് പുറത്തേട്ട് പോരത്തില്ല. അത് പുറത്തേട്ട് പോരാതെ അവിടെ ഒരു 2 ഡബിൾ പൈപ്പിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം നമ്മൾ അലൂമിനിയത്തിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ തേങ്ങ ചക്ക പറിക്കണ ഹൈറ്റിൽ ഫോഴ്സിലായിരിക്കില്ല നമ്മൾ മാങ്ങ പറിക്കണം. മാങ്ങയൊക്കെ പറിക്കുമ്പോൾ ചെറിയ ഫോഴ്സാണ്, ചക്ക പറിക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ തോട്ടിക്ക് ഇച്ചിരി ലൈഫൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു നെറ്റ് ബോൾട്ടോടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തോട്ടി കറക്റ്റായി. അപ്പോൾ ഞാൻ എൽദോയുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് 3000 രൂപയുടെ തോട്ടിയാണ്. അപ്പോൾ ഈ 3000 രൂപയുടെ തോട്ടിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ തോട്ടിയുടെ കൂടെ ഈ ഹുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മാങ്ങ പറിക്കുന്ന ആ ക്ലോത്ത്, അതുപോലെ തന്നെ നമുക്ക് ആ അരുവ, അത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ 3 പാർട്ടും ഈ തോട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള ചക്ക, മാങ്ങ, തേങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തോട്ടി ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ തോട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൽദോയുടെ നമ്പർ ഇട്ടേക്കാം. വിളിച്ച് ചോദിച്ചാൽ മതി, കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.